മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ കഴിഞ്ഞ ദിവസം പട്ടി ഷോ കാണിച്ച മാധ്യമപ്രവർത്തകന്റെ കുപ്പായമണിഞ്ഞ KSUക്കാരനുള്ള മറുപടി ഇന്ന് എല്ലാവർക്കും വേണ്ടി മുഖ്യമന്ത്രി കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ആ സംഭവവികാസമുണ്ടായതിന് തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി തിരികെ വന്നിട്ട് തൻ്റെ നിലപാട് പറഞ്ഞിട്ട് പോയതാണ്. അതും പോരാഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ചില KSUക്കാരെയും യൂത്തന്മാരെയെല്ലാം മാധ്യമപ്രവർത്തകരുടെ കുപ്പായമണിയിച്ച് വിട്ടിട്ടുണ്ട്. അവർക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന് എവിടെയും അലമ്പുണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ്. വസ്തുതകൾ സംസാരിക്കാതിരിക്കുക, അതിനപ്പുറം സീൻ ക്രിയേറ്റ് ചെയ്ത് വാർത്താ പ്രാധാന്യം ഉണ്ടാക്കുക. ഇതാണ് അത്തരം ആൾക്കാർക്ക് KPCC ആപ്പീസ് എന്ന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. അങ്ങനെയാണ് AV ജയശങ്കർ എന്ന 916 കോൺഗ്രസ്സുകാരൻ 3 വർഷം പുറകിലോട്ടെടുത്താൽ വരെ സജീവ KSU കോൺഗ്രസ് പ്രവർത്തകൻ ഇപ്പോൾ അതേ മനോനിലയിലുള്ള മാപ്ര കുപ്പായമണിഞ്ഞ കോൺഗ്രസ്സുകാരൻ. അതാണ് ഇന്നലത്തെ ഈ സീൻ ക്രിയേഷൻ. ദേശാവിലെ റിപ്പോർട്ടർമാർ ചോദ്യങ്ങൾക്ക് അന്ന് മറുപടി കൊടുത്തു. ഞാൻ കുറെ നേരം ചോദിക്കുന്നുണ്ട്, മോശമാണ് ആളുകളെ വിളിച്ചു വെച്ചിട്ട് ചോദ്യം ചോദിക്കാൻ പറ്റില്ല എന്ന് പറയും. ഇന്നലെ ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് അന്നാണ് ഏറ്റവും കൂടുതൽ വാർത്താ സമ്മേളനം നടത്തിയെന്നാണ്. അങ്ങനെ നടത്തിയ ആൾ മാധ്യമപ്രവർത്തകർ ചോദ്യം മോശമാണ് ചെയ്യേണ്ടത്. ആളുകളെ വിളിച്ചു വെച്ചിട്ട് ചോദ്യം ചെയ്യുന്ന ശ്രമിക്കുന്നത്. അതിനാണിപ്പോൾ മുഖ്യമന്ത്രി മറുപടിയുമായി എത്തിയിരിക്കുന്നത്. കുറച്ച് ദിവസമായിട്ട് പലയിടങ്ങളിലും ഇത്തരക്കാർ പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഇന്നലെ കാട്ടിയത് തീർത്തും നിർഭാഗ്യകരം. കാര്യം സകല പരിധിയും വിട്ട് ക്യാമറകളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു ഷോ ഓഫ് നടത്തുക. കാര്യം ഈ കഞ്ഞിക്കുഴികളെന്ന് പറഞ്ഞാലേ എങ്ങനെയാണ് ഷോ കാണിച്ച് അതിലൂടെ പേരെടുക്കുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രി സമയം അവസാനിച്ചു, 3 ചോദ്യങ്ങൾ വന്നു. ആ 3 ചോദ്യങ്ങൾ ഉന്നയിച്ചതിന് മറുപടിയും പറഞ്ഞിട്ട് പോയി. കേരളത്തിലെ മുഖ്യമന്ത്രി ആദ്യമായിട്ടൊന്നും അല്ലല്ലോ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നത്. അദ്ദേഹം സ്ഥിരമായി ചെയ്യാറുള്ള ചിട്ടാവട്ടം തന്നെയാണ് അവിടെയും അനുവർത്തിച്ചത്. അതിനെ വക്രീകരിക്കാൻ പരിശ്രമിച്ചതിന് മുഖ്യമന്ത്രി വിശദമായി തന്നെ ഇന്ന് മറുപടി പറഞ്ഞിട്ടുണ്ട്. കേട്ടെ. ഇവിടെ ആമുഖം അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഇന്നലെ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് കൂടി പറയേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. നമ്മുടെ മാധ്യമപ്രവർത്തകരുമായിട്ട് ആദ്യമായിട്ട് സംവദിക്കുന്ന എല്ലാവരും തെരഞ്ഞെടുപ്പ് ഘട്ടമായതുകൊണ്ട് എല്ലാ ദിവസവും സംവദിക്കുന്ന രീതി വരുന്നുണ്ട്. അതിൽ സ്വീകരിക്കുന്ന നില നേരത്തെ നിങ്ങളെ കാണുമ്പോഴുള്ള അത്രയും സമയം ഈ ഘട്ടത്തിൽ ചെലവഴിക്കാൻ കഴിയാത്തതുകൊണ്ട് ഒരു 40 മിനിറ്റ് 30 മിനിറ്റ് കയറി വന്നാൽ 40 മിനിറ്റ് എന്ന രീതിയിൽ സംസാരിക്കുന്ന നിലയാണ് ഞാൻ സ്വീകരിക്കുന്നത്. അതിലാമുഖമായി കഴിയാവുന്നത്ര 15 മിനിറ്റ് കൊണ്ട് നിർത്തും, അല്ലെങ്കിൽ 20 മിനിറ്റ് വരെ പോകും. ഇന്നലെ അത് കുറച്ച് നീണ്ടു തോന്നും, 25 മിനിറ്റ് വരെ ആയിരുന്നു സംശയിക്കും. എന്നാൽ സാധാരണ 15 മിനിറ്റ് 20 മിനിറ്റാണ്. ഇവിടെ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ തീരുമാനത്തിൻ്റെ ഭാഗമായി ചോദിക്കുന്നത് ആരാണ് ചോദിക്കുന്നതെന്ന് ഞാൻ നേരത്തെ മനസ്സിലാക്കിയല്ല ഉത്തരം പറയുക. ചോദ്യത്തിന് ഉത്തരം പറയുന്ന രീതിയാണ് എല്ലാ കാലത്തും ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്. ഇന്നലെ ഉണ്ടായത് വിശദമായ 2-3 ചോദ്യമാണ്. ചോദ്യം വളരെ വിശദമായി മറുപടി പറയേണ്ട തരത്തിലുള്ള 2-3 ചോദ്യമാണ്. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോഴേക്കും 40 കഴിഞ്ഞ് 45 പോവുക. അപ്പോൾ 40 കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇനി നമുക്കിന്ന് അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് ഞാൻ പോയി. കുറച്ച് ദിവസമായിട്ട് കാണുന്ന ഒരു പ്രവണതയുണ്ട്. ചില ആൾക്കാർ ബഹളത്തിന് തയ്യാറായിട്ട് വരുന്നൊരു മട്ട് കാണാനുണ്ടായിരുന്നു. 2-3 ആളുകൾ, പ്രത്യേകിച്ച് 3-2 ആൾ, വലിയ ബഹളം, വലിയ ശബ്ദം, എന്തോ മറുപടി പറഞ്ഞില്ല. പിന്നെ പ്രത്യേകം ചാനലിനും പത്രത്തിനൊക്കെ മറുപടി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് മറുപടി പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞൊരു വല്ലാത്ത സീൻ സൃഷ്ടിക്കുക. സാധാരണ ഞാൻ പോകേണ്ടതേ ഉള്ളൂ. പക്ഷെ അങ്ങനെയൊരു അവിടെ തന്നെ എല്ലാവരും ഇരിക്കുകയല്ലേ.
അവിടെ അവരുടെ മുമ്പിൽ വെച്ചാണല്ലോ ഈ പ്രകടനം നടക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി അത് ക്ലാരിഫൈ ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ തിരിച്ചു വന്നു. അപ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങൾക്കാണ് ഞാൻ മറുപടി തന്നത്. നിങ്ങളെ മനസ്സിൽ ചോദ്യങ്ങളുണ്ടായെങ്കിൽ അതിനൊക്കെ ഉത്തരം പറയാൻ കഴിയില്ല. നിങ്ങൾ ചോദിക്കണ്ടേ? ചോദിച്ചിട്ടില്ല. ചോദിക്കാത്ത ചോദ്യത്തിന് ഞാനങ്ങനെ ഉത്തരം പറയും? എൻ്റെ മുന്നിൽ വന്ന ചോദ്യങ്ങൾക്കാണ് ഞാൻ മറുപടി പറഞ്ഞത്. ഇതൊരു ബഹളം വെക്കുന്നത് ശരിയല്ല എന്ന് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു. ഇതൊരു പുതിയ അനുഭവമാണ്. എങ്ങനെ കാര്യങ്ങൾ വക്രീകരിക്കാൻ തയ്യാറാകുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ്. ഏത് ചോദ്യത്തിനും മറുപടി പറയുന്ന രീതിയാണ് സാധാരണ ഞാൻ സ്വീകരിക്കാറ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടമായതുകൊണ്ട് ഒരു ബഹളമയമാക്കി മാറ്റാൻ ശ്രമിച്ചത് അത് നിർഭാഗ്യകരമായിപ്പോയി. അതുകൂടി ഇവിടെ പറയാൻ ഞാൻ ഉദ്ദേശിക്കുക. ഈ ഏജന്റ് പണിക്കാരൊക്കെ ആ മറുപടി കേട്ടിട്ട് തിരിച്ചറിയേണ്ടത്, നിങ്ങൾ കിടന്ന് എത്ര ചാടി തുള്ളിയാലും പാറ അനങ്ങോ എന്നാൽ മാത്രമേ പിണറായി അനങ്ങത്തുള്ളൂ. അതേ മനോഭാവമാണ്. അതുകൊണ്ട് ഇത്തരം കുതിച്ചുചാട്ടമോ ഷോ ഓഫ് ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ അങ്ങ് പേടിച്ചു പോകുമെന്നോ ഭയന്നു പോകുമെന്നോ കരുതരുത്. അതിനെയൊക്കെ ആ രീതിയിൽ കൈകാര്യം ചെയ്യാൻ അറിയാമെന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇതൊക്കെ കാണിക്കുന്നത് നിഷ്കളങ്കമായിട്ടല്ല, കൃത്യമായി പ്ലാൻഡ് ആയിട്ടാണെന്നും അദ്ദേഹത്തിന് അറിയാമെന്ന് വിശദീകരിക്കുമ്പോൾ, കേരളത്തിൽ മാധ്യമ സ്ഥാപനങ്ങളിലൂടെ വരെ മുഖ്യമന്ത്രിയുടെ പരിപാടികളിൽ അലങ്കോലമുണ്ടാക്കാൻ വേണ്ടി ചിലരെ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു, അതിനുവേണ്ടി മുതലാളിമാർക്ക് പേ ചെയ്തിരിക്കുന്നു എന്നുള്ള സംശയം കൂടി ബലപ്പെടുകയാണ്. പക്ഷേ അതുകൊണ്ടൊന്നും തെല്ലും പിന്നോട്ട് പോകുമെന്ന് കരുതണ്ട, ശക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്നുള്ള സന്ദേശവും മുഖ്യമന്ത്രി ആ വാക്കുകളിലൂടെ കൃത്യമായി നൽകുന്നുണ്ട്.